രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവത്തെ പുരുഷായ തുഭ്യം. സദ്ഗുരുഭ്യോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ വസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മുക്തി എന്ന ലക്ഷണത്തോടു കൂടിയാണ് ഏകാദശ സ്കന്ധം. ഏകാദശ സ്കന്ധത്തിലെ 9ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഉദ്ധവൻ 21 ചോദ്യങ്ങള് ഭഗവാനോട് ചോദിക്കുന്നു. അതിനുള്ള മറുപടികൾ പറഞ്ഞിരുന്ന കൂട്ടത്തിൽ എങ്ങനെയാണ് ഈശ്വര സങ്കല്പത്തെ എല്ലായിടങ്ങളിലും ഉറപ്പിച്ച് കാണാൻ സാധിക്കുന്നത്, ഗുരുവായൂരപ്പ അതൊന്ന് വിശദീകരിച്ചു തരണം. ആരെയാണ് ആശ്രയിക്കേണ്ടത്? എങ്ങനെയാണ് എൻ്റെ ഈ അജ്ഞതകളെ നശിപ്പിക്കാൻ എനിക്ക് സാധിക്കേണ്ടത്? ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഇത് ചോദിക്കുമ്പോഴാണ് ഉദ്ധവനോട് പറഞ്ഞു, ഉദ്ധവ, അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഭക്തിയുടെ ജ്ഞാനത്തിൻ്റെ അങ്ങേയറ്റമെത്തി സർവസംഗ പരിത്യാഗി ആയിക്കൊണ്ട് മനസ്സിനെയും വാക്കിനെയും കർമ്മത്തെയും ഒക്കെ ഒരു സത്യത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് മനോവാകർമ്മങ്ങളെയൊക്കെ മയ്യാവേശ്യ മനോയേമാം എന്നിൽ തന്നെ ഉറപ്പിച്ച് അങ്ങനെ സർവസംഗ പരിത്യാഗം ചെയ്തതായിട്ടുള്ള അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഒന്നിലും അങ്ങേക്ക് ഒരു ബന്ധം ഉണ്ടാവുന്നില്ല. അവിടെ ആ ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിലൂടെ സഞ്ചരിക്കുക, അതാണ് ഈ മനുഷ്യ ജന്മം കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹേ ഗുരുവായൂരപ്പ, ഇതിനെ എങ്ങനെയാണ് എല്ലാത്തിനെയും ഉപേക്ഷിക്കാൻ സാധിക്കുക? ഈ 3 ഗുണങ്ങളോടും കൂടിയിട്ടുള്ള ശരീരം ഈ ലൗകികമായിട്ടുള്ള സമൂഹത്തിൽ നമ്മൾ കഴിയുമ്പോൾ, പലതരത്തിലുള്ള വ്യാപാരങ്ങൾ നമ്മളിൽ എത്തിച്ചേരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്നൊന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുക? അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത് വേണ്ട പോലെ എനിക്ക് അതൊന്ന് പറഞ്ഞു തരണം. അവിടെ ഭഗവാൻ ഉദ്ധവന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. സ്വതവേയുള്ള ആ ഒരു ചിരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉദ്ധവ, ഈ മനുഷ്യദേഹം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മോക്ഷഹേതുവായിട്ടുള്ളതാണ് ഈ ശരീരം, അല്ലെങ്കിൽ ജന്മം, മനുഷ്യ ജന്മം എന്നുള്ളത്. മോക്ഷം എന്നുള്ളത് എന്താണ് ശരിക്ക്? ശരീരത്തിൽ നിന്ന്
വിട്ട് നമ്മുടെ മനസ്സ് ഇരിക്കുന്നത് എപ്പോഴാണോ അതാണ് മോക്ഷം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ സംസാര ദുഃഖങ്ങളൊന്നും അനുഭവപ്പെടാതെ ഇരിക്കുന്ന ഒരവസ്ഥ, അതിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അവിടെ പലതരത്തിലുള്ള പ്രത്യക്ഷ അനുമാനങ്ങളോട് കൂടിയിട്ടുള്ള ആ ജ്ഞാനം നമുക്ക് മനസ്സിലാക്കി നമ്മളുടെ കർമ്മങ്ങൾക്കൊക്കെ ആധാരം, സദാസമയവും ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ ആധാരം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു യന്ത്രമാണ് നമ്മൾ എന്നുള്ളത് ഉദ്ധവ ഉറപ്പിക്കൂ. അങ്ങനെ ആ ആത്മാവിനെ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ തന്നെ ശക്തിയായിട്ടുള്ള, എൻ്റെ തന്നെ ശക്തിയായിട്ടുള്ള മായയെ അങ്ങ് സുഖമായിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറാവുക. ഈ കാണുന്നതൊക്കെ മായയാണ്. കഴിഞ്ഞ ദിവസം നമ്മള് ഇവിടെ പറഞ്ഞാണോ അറിയില്ല, എവിടെയോ പറഞ്ഞാണ്, എന്നോട് ഒരാൾ ചോദിച്ചു, വിരാട് സ്വരൂപൻ ഈശ്വരനാണോ എന്ന് ചോദിച്ചു. ഞാൻ അല്ല പറഞ്ഞു. വിരാട് സ്വരൂപൻ എന്നുള്ളത് നമ്മൾ, കാരണം ഈ വിരാട് സ്വരൂപൻ എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പം 1000 കൈകളും എന്താണ് 1000 ഇതെല്ലാം കൂടിയാണ് കാണുന്നത്. ഭഗവാന്റെ വിരാട് സ്വരൂപം എന്ന് പറയുന്നത് എന്താണ് ശരിക്ക്? അത് മുഴുവൻ പ്രകൃതിയാണ്, അത് മായയാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ തെറ്റിദ്ധാരണ, ഈ മായയെ നമ്മളിൽ നിന്നും അകറ്റണം ആദ്യം. ഇവിടെയൊക്കെയാണ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ആ സങ്കല്പങ്ങളൊക്കെ തകർന്നു പോകുന്നത്. ഇവിടെയാണ് വിഗ്രഹങ്ങളും ചിത്രങ്ങളും വ്യക്തികളും ഒക്കെ നമുക്ക് ഈശ്വരന്മാരായിട്ട് നമുക്ക് കണ്ട് ശീലിച്ച നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുക? അല്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? വളയമിട്ട് ചാടി 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 പിന്നെ വളയില്ലാതെ നമുക്ക് ചാടാൻ സാധിക്കും, അല്ലേ? എന്ന് പറഞ്ഞ പോലെ വളയമില്ലാതെ പറ്റില്ലത്. അപ്പൊ ഇത് വളയം, വെറും വളയമാണ്. ചാടുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് എന്നുള്ള ഒരു സത്യത്തെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുക ഉദ്ധവ. അപ്പൊ അതിന് ഞാൻ നല്ലൊരു കഥ പറഞ്ഞു തരാം. പണ്ടൊരിക്കല് യദുമഹാരാജാവ് കാവേരി നദീതീരത്ത് വെച്ച് ഒരു അവധൂതനായിട്ടുള്ള ദത്താത്രേയ മഹർഷിയെ കണ്ടുമുട്ടി. അവിടെ അദ്ദേഹം നോക്കിയപ്പോൾ എന്താണ്, നല്ല നല്ല വെയില്, ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കരിമ്പാറയില് കമന്ന് കടന്ന് സുഖിച്ചുറങ്ങുന്നു അവിടെ. ഇത് കണ്ടപ്പോഴത്തേക്ക് അത്ഭുതം തോന്നിയെന്നാ പറയുക. അങ്ങേക്ക് എങ്ങനെയാണ് ഇവിടെ ഈ ഒരു ശരീരത്തിന്റെ ദുഃഖം മറന്ന് ഇങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ ആരാണ് അങ്ങേക്ക് ഇതൊക്കെ പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഈ ജ്ഞാനം എവിടെ നിന്നാണ് സിദ്ധിച്ചത് എന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ പറഞ്ഞത്, ഒന്നുമില്ലാതെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു സുഖം, അല്ലേ? സുഖം ആകാശം പോലെ, സ്പേസ് പോലെ നമ്മളുടെ മനസ്സ് ഇരിക്കുമ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, ദ്വന്ദ്ങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അവിടെ ഈ ദത്താത്രേയൻ തൻ്റെ 24 ഗുരുക്കന്മാരെ ഈ യദുമഹാരാജാവിന് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. പഞ്ചഭൂതങ്ങളായിട്ട് തുടങ്ങി 7-8 അധ്യായങ്ങളിലായിക്കൊണ്ട് 9, 8, 17 ഗുരുക്കന്മാരെ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് 9ാമത്തെ അധ്യായത്തിലാണ് ഒരു 7 ഗുരുക്കന്മാരെ, പിന്നെ 8ാമതായിട്ടും പറയുന്നുണ്ട് ഒരാളെ. ആദ്യം പറയും കുരരപക്ഷി, അവിടെ തുടങ്ങുന്നത് അതിലാണ്. പരിഗ്രഹോ ഹി ദുഃഖായ യൽ പ്രിയതമം നൃണാം അനന്തം സുഖമാപ്നോതി തൽ വിദ്വാൻ യസ്ത്വകിഞ്ചന. ആദ്യം തന്നെ പറയുന്ന അതാണ്. ബ്രാഹ്മണൻ പറയുന്നത്, മനുഷ്യർക്ക് ഏതേത് സാധനമാണോ ഏറ്റവും പ്രിയമായിട്ടുള്ളത്, ആ പ്രിയമായിട്ടുള്ള സാധനത്തിനെ സ്വീകരിക്കുക എന്നുള്ളത് ദുഃഖത്തിന് കാരണമാകുന്നു എന്ന് പറയാണ്. അതാണ് ദുഃഖത്തിന് കാരണം. ആശാഹി പരമം ദുഃഖം എന്ന് പിങ്കള പഠിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ പറയുകയാണ്, പരിഗ്രഹോഹി ദുഃഖായ യൽ പ്രിയതമം നൃണാം. മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ളതിനെ സാധിച്ചെടുക്കുന്നതാണ് ഏറ്റവും വലിയ ദുഃഖമായിട്ട് നമുക്ക് വരുന്നത്. എന്നാലോ
അനന്തം സുഖമാപ്നോതി തൽ വിദ്വാൻ യസ്ത്വകിഞ്ചന. എന്നാൽ അകിഞ്ചനന്മാരായിട്ടുള്ള ജ്ഞാനികള് ഇതിനെയൊക്കെ വ്യക്തമായിട്ട് ഈ മായയെ മനസ്സിലാക്കിയിട്ടുള്ള ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം വിദ്വാൻമാരായിട്ടുള്ളവരെ ഒന്നിനെയും അവര് അല്ലെ സുഖമാപ്നോതി തൻ വിദ്വാൻ യസ്ത്വകിഞ്ചന, ഒന്നിനെയും ഇഷ്ടവസ്തുവായിട്ട് സ്വീകരിക്കാതിരിക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള സുഖം. സാമിഷം കുരരം ജഗ്ധുർബലിനോയേ നിരാമിഷാഹ തദാമിഷം പരിത്യജ്യ ന സുഖം സമമിന്ദത. ഇത് ഞാന് ഒരു കുരരപക്ഷിയിൽ നിന്നും മനസ്സിലാക്കിയെടുത്തു എന്ന് പറയാണ്. കുരരപക്ഷി അതിന് കിട്ടിയതായിട്ടുള്ള ഒരു മാംസ കഷ്ണം കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് സ്വതന്ത്രമായിട്ട് അല്ലെ സ്വസ്ഥമായിട്ട് ഒന്നിരുന്ന് കഴിക്കാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ കുരരപക്ഷിയുടെ ചുണ്ടത്ത് കാണുന്ന മാംസകഷ്ണം കണ്ടുകൊണ്ട് ധാരാളം കുരരപക്ഷികളും കുട്ടികളും പെടക്കോഴി അല്ല എന്താ പറയണ്ടേ ഭാര്യമാരും അല്ലെ ബന്ധുക്കളും എല്ലാവരും കൂടി ഇതിന്റെ പുറകെ ഇങ്ങനെ ശല്യം ചെയ്യുക. അപ്പൊ അങ്ങനെ മറ്റു പക്ഷികളൊക്കെ അവിടെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു? എന്തേ ഇവരൊക്കെ വരുന്നതിന്റെ കാരണം? ലോട്ടറി അടിച്ചേ 2 കോടി വീതം വെക്കുകയാണെങ്കിൽ ഒരു വിഹിതം അല്ലെ. ശബരിമല മേശാന്തിയായിട്ടൊക്കെ നിയമനമായി കഴിഞ്ഞാൽ അപ്പോഴേ ഫോൺ വിളി വരും മേശാന്തിക്ക്. എന്താണ്? 50 പേരിൽ ഒരാള് കേട്ടോ, ഒന്ന് നിശ്ചയിച്ചോളൂ എന്ന് പറഞ്ഞതുപോലെ ഈ ആസക്തിയോട് കൂടിയിട്ട് നമ്മൾ നേടിയെടുക്കുന്നതായിട്ടുള്ള സമ്പത്തും ഐശ്വര്യങ്ങൾക്കും ഒക്കെ എന്നും അത് ദുഃഖത്തിന് കാരണമായിക്കൊണ്ട് മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾക്ക് കാരണമായിട്ട് വരികയാണെന്ന് പറയാം. അതുകൊണ്ട് എന്ത് ചെയ്തു കുരരിപ്പക്ഷി? തൻ്റെ ഈ ചുണ്ടിലുള്ള ഈ മാംസകഷ്ണമാണ് ഇതിന് കാരണമെങ്കിൽ അതങ്ങ് കളഞ്ഞു. അതങ്ങ് കളഞ്ഞപ്പോഴത്തേക്ക് ഒരൊറ്റ മനുഷ്യനെ അവിടെ കാണുന്നില്ല. പിന്നെ ഒരൊറ്റ പക്ഷികളുമില്ല. സ്വതന്ത്രമായിട്ട് അവിടുന്ന് നടക്കാം. അങ്ങനെ സുഖമായിട്ട് അത് പറന്നുപോയി എന്ന് പറയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കൈവശത്ത് സമ്പത്താണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ അല്ലെ, ആപത്താണെങ്കിലോ ആപത്താണെങ്കിൽ ഒരു മനുഷ്യൻ, നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ അല്ലെ, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ വേളയിൽ ഒരൊറ്റ മനുഷ്യൻ ഉണ്ടാവില്ല. എന്ത് പഠിച്ചു ഞാൻ ഈ കുരരപക്ഷിയിൽ നിന്നും? ഐശ്വര്യ വസ്തുക്കൾ ആവാം വിരോധമില്ല. സ്വന്തം, അതിനാണ് അർത്ഥം എന്നുള്ളൊരു പുരുഷാർത്ഥത്തെ കുറിച്ച് പറഞ്ഞു തരുന്നത് അതാണ് അല്ലെ. അർത്ഥം അനർത്ഥം ഭാവേ നിത്യം എന്ന് പറയുന്നില്ലേ? എന്താണ് അനർത്ഥമാകുന്നത് എപ്പോഴാണ്? തനിക്ക് ആവശ്യത്തിന് ശേഷം മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് തൻ്റെ ആണെന്ന് വിചാരിക്കാതിരുന്നാൽ മതി. തൻ്റെ ആണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരോട് കേമത്വത്തോടു കൂടി പറയുമ്പോഴാണ് ഇതിന്റെ പുറകെ ആള് വരുന്നത് അല്ലെ. ഇത് പ്രചരിപ്പിച്ചു വരുമ്പോഴാണ് ഇതിന് ആള് വരുന്നത് യഥാർത്ഥത്തിൽ. അപ്പോ അതിൽ നിന്നും നമ്മൾ ഈ ആസക്തി കൊണ്ട് എന്താണോ നേടിയെടുക്കുന്നത് അതിന്റെ പേരിൽ നമ്മൾ ദുഃഖം അനുഭവിക്കുന്നു. അപ്പൊ കൈവശം വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്താണ്? ആപത്താണെന്ന് അത് മനസ്സിലാക്കാനുള്ള ഒരു പാഠം പഠിച്ചു. ഒന്നത് വെറുതെ ചിന്തിക്കാം അല്ലെ. കോടികൾ ഉണ്ടായാലും അടുത്ത ശ്വാസം ഉണ്ടെന്നെന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. പിന്നെ എന്തിന് വെറുതെ നമ്മൾ ഇത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ ദുഃഖങ്ങള് ഇതിന്റെ പലരുടെയും കുത്തുവാക്കുകളും ഒക്കെ കേട്ട് വിട്ടേക്കുക. അത് യജ്ഞായ അല്ലെ, അവിടെ ശുക്ര മഹർഷി ഉപദേശിക്കുന്നത് പോലെ ധർമായ യശതേർത്ഥായ കാമായ സ്വജനായ ച. തീർച്ചയായിട്ടും 5ആയിട്ട് വിഭജിക്കേണ്ടതാണ് നമ്മളുടെ അർത്ഥങ്ങളൊക്കെ. നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അവശ്യം കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അല്ലാന്ന് വിചാരിച്ചാൽ നമുക്ക് പിന്നെ സമാധാനമായി. അതാണ് കുരരിപ്പക്ഷിയിൽ നിന്നും കണ്ടത്. നമേ മാനാവമാനൗസ്തോ ന ചിന്ത ഗേഹപുത്രിണാം ആത്മക്രീഡ ആത്മരതിർ വിചരാമീഹ ബാലവൽ. പിന്നെ ഒരു കൊച്ചുകുട്ടിയുടെ അവസ്ഥയിൽ നിന്ന് പഠിക്കാനുള്ളതാണ് അടുത്തത്. ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ മാനാവമാനമില്ലാതെ ഇന്ന് ഗൃഹങ്ങളിലൊക്കെ അച്ഛൻ്റെയും അല്ലെ അച്ഛനമ്മമാരുടെയും കൂടെ സഹോദരന്മാരുടെയും കൂടെ ഒക്കെ കഴിയുന്നത്,
അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് പ്രത്യേകിച്ചുള്ള വിചാര ഭേദങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല. മാനാവമാനങ്ങൾ അവർക്ക് അറിയില്ല. സത്യത്തിൽ എപ്പോഴും മാനാവമാനങ്ങൾ വരുന്നത് എപ്പോഴാണ്? വികാരങ്ങൾ നമ്മളുടെ ഉള്ളിൽ എത്തിച്ചേരുമ്പോഴാണ്. അപ്പം യഥാർത്ഥത്തില് ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ ആത്മസ്വരൂപേണ, അല്ലെങ്കിൽ ഈ കുട്ടികളെ എങ്ങനെയാണോ ഭഗവാൻ ചെയ്യിക്കുന്നത്, ഇതേപോലെയുള്ള കുട്ടികളാണ് നമ്മളും. ഒരു വ്യത്യാസവും ഇല്ല. എത്ര വലുതായി എന്ന് വിചാരിച്ചാലും നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ വിചാരിക്കുന്ന പോലെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഈ ആത്മാവില് രമിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാരാമന്മാരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ബാലനെ പോലെ സഞ്ചരിക്കുന്നു അവരും. അതുകൊണ്ടാണ് നമുക്ക് ഈ മഹത്തുക്കളായിട്ടുള്ളവരെ, അവധൂതന്മാരായിട്ടുള്ളവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പം നമുക്ക് എന്തെന്നില്ലാത്ത ഒരു നിഷ്കളങ്കത നമുക്ക് കാണാൻ സാധിക്കും അവിടെ. ഈ നിഷ്കളങ്കതയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ആ മഹത് സത്സംഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു ആനന്ദം. ശരിക്കും ദ്വാവേവ ചിന്തയാ മുക്തോ പരമാനന്ദ ആപ്ലുതോ യോ വിമുഗ്ധോ ജഡോ ബാലോ യോ ഗുണേഭ്യ പരം ഗത. അപ്പം ഈ വിചാരങ്ങളിൽ നിന്ന് എല്ലാം മുക്തനായിക്കൊണ്ട് യഥാർത്ഥത്തില് പരമാനന്ദ സുഖത്തില് മുങ്ങിക്കഴിയുക. അതിന് രണ്ടുപേരേ ഉള്ളൂ എന്ന് പറയും. ദ്വാവേവ ചിന്തയാ. ആരൊക്കെയാണ്? ഈ കുട്ടിയായിട്ടുള്ളവരും, കുട്ടികളും അതുപോലെ തന്നെ ജ്ഞാനികളായിട്ടുള്ളവര്. പിന്നെ പറയുന്നുണ്ട് അവിടെ എന്താണ്, എന്നുവെച്ചാൽ ഒന്നിനെയും അറിയാത്ത ജഡനായിക്കൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ ബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മറ്റതോ എല്ലാ ഗുണങ്ങളെയും മനസ്സിലാക്കി ജ്ഞാനിയായി കഴിഞ്ഞാൽ ഈ ശരീരം എന്നുള്ളത് നമുക്കെന്നും ദുഃഖത്തിന് അടിസ്ഥാനമാണ് എന്ന് പറയുമ്പം നമ്മളെ അതിൽ നിന്നും മനസ്സിലാക്കി തരുന്നവിടെ. ഇപ്പം രണ്ട് ഗുരുക്കന്മാരെ കുറിച്ച് കാണിച്ചു തന്നു, കുരരപക്ഷിയും അതുപോലെ തന്നെ ഈ ബാലനും. പിന്നെ അടുത്തത് ഏതായിരുന്നു? അടുത്തത് കൊചിൽ കുമാരി ത്വാത്മാനം വൃണാനാൻ ഗൃഹമാഗതാൻ സ്വയം താൻ അർഹയാമാസ ക്വാപിയാതേഷു ബന്ധുഷു. ഒരിടത്ത് ഒരു കന്യകയുണ്ടായിരുന്നു. അവളുടെ വിവാഹകാര്യമൊക്കെ ആലോചിച്ച് വിവാഹത്തിന് തന്നെ വീട് കാണുവാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും എന്നുള്ളൊരു വിവരം അറിഞ്ഞതോടുകൂടി ഭക്ഷണം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അവിടെ അരിയില്ലായിരുന്നു. അപ്പം ആരും അറിയാതെ നെല്ല് കുത്തി അരിയെടുത്ത് ഭക്ഷണം വെച്ച് അവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതാ. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും കൈകളിൽ നിറച്ച് വളകൾ ഇട്ടിട്ടുണ്ട്. ഈ ഒലക്കയെടുത്ത് ഇടിക്കുന്ന സമയത്ത് ഈ വളകള് ഇളകി 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 ശബ്ദം. അപ്പൊ ഈ ശബ്ദം എവിടുന്നാ നോക്കിക്കൊണ്ട് ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അറിയുമല്ലോ, ഈശ്വര ഇവിടെ അരി പോലും ഇല്ലാത്തൊരു സ്ഥലമാണല്ലോ എന്നുള്ളത് ആൾക്കാർ അറിയും അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ വളകളൊക്കെ ഊരി വെച്ചു. അവസാനം എന്തായി, 2 വളകൾ മാത്രം. അതും വന്നപ്പോഴത്തേക്കും പിന്നെയും ശബ്ദം ഉണ്ടാക്കാറായി. അവസാനം ഈ വളകളൊക്കെ ഊരി വെച്ച് കൊണ്ട് ആ നെല്ല് കുത്തി ആരും അറിയാതെ തൻ്റെ കാര്യങ്ങളെ നിർവഹിച്ചു എന്ന് പറയുകയാണ്. അപ്പം അവിടെ പറയുന്നുണ്ട്, ഇതുപോലെ വേണം യഥാർത്ഥത്തില് സന്യാസിമാര് ഒറ്റയ്ക്ക് സഞ്ചരിക്കണമെന്ന് കാണിക്കുകയാണ് അവിടെ. കാരണം എന്താണ്, കൂട്ടുകെട്ട് എന്നുള്ളത് എപ്പോഴും ശബ്ദത്തിന്, കലഹത്തിന് കാരണമാകുന്നു അവിടെ. ഇതാണ് ആ കുമാരിയിൽ നിന്നും നമുക്ക് പറഞ്ഞു തന്നത്. പിന്നീടാണ് സർപ്പം. വാസേ ബഹൂനാം കലഹോ ഭവേൽ വാർത്താവയോരപി. അത് കഴിഞ്ഞു. മന ഏകത്ര സംയുജ്യാർജിത ശ്വാസോജിതാസന വൈരാഗ്യാഭ്യാസയോഗേന ധ്രിയമാണമതന്ത്രിത. അപ്പൊ യഥാർത്ഥത്തിൽ ഇതെല്ലാം ഈ ശമദമങ്ങളായിട്ടുള്ള സാധനകളെ നമ്മളുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട്, മനസ്സിനെ മനോനിയന്ത്രണം വരുത്തിക്കൊണ്ട്, ശ്വാസത്തെ ജയിച്ചുകൊണ്ട്, ആസനത്തെ ജയിച്ചുകൊണ്ട് ഒക്കെ ഈ മനസ്സിനെ ഒന്നിൽ തന്നെ, ആ ആത്മസ്വരൂപത്തിൽ തന്നെ യോജിപ്പിച്ചിരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തി നമുക്ക് ആർജിച്ചെടുക്കണം.
ആ വൈരാഗ്യത്തെ അഭ്യസിക്കണം എന്ന് നമുക്കതിലൂടെ കാണിച്ചു തരുന്നു. പിന്നെയാണ് സർപ്പത്തിന്റെ കഥ. സർപ്പത്തിന് എന്താണ്? സർപ്പത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകിച്ച് അല്ലെ ഒരു വാസസ്ഥാനമില്ല. ശരിക്കും നമ്മളുടെ തുച്ഛമായിട്ടുള്ള ഒരു 30 വർഷം കഷ്ടിച്ചുണ്ടോ എന്ന് സംശയം ഈ മനുഷ്യ ജീവിതം എന്നുള്ളത് അല്ലെ. അതിനിടയില് എന്തൊക്കെയാ നമ്മൾ കാട്ടിക്കൂട്ടുന്നത് അല്ലെ. ആഡംബര കാറുകള് അല്ലെ, കെട്ടിടങ്ങള്, ഇതെല്ലാം. എന്നിട്ടോ ഇതെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കഷ്ടപ്പാട്, ഉണ്ടാക്കി കഴിഞ്ഞാലൊരു കഷ്ടപ്പാട്, ഇത് കഴിഞ്ഞ് വിൽക്കാനൊരു കഷ്ടപ്പാട്. അപ്പം യഥാർത്ഥത്തിൽ ഇതെല്ലാം എന്തുകൊണ്ടാണ് വരുന്നത്? യസ്മിൻ മനോ ലബ്ധപദം യഥേതച്ഛനൈ ശനീർ മുഞ്ചതി കർമ്മരേണു. നമ്മളുടെ ഉള്ളിലെ വാസനകളാണ് യഥാർത്ഥത്തിൽ, നമ്മളുടെ ഉള്ളിലെ കർമ്മവാസനകളാകുന്ന ആ ചളിയാണ്, അല്ലെങ്കിൽ ആ പൊടികളാണ് യഥാർത്ഥത്തിൽ ഈ മനസ്സിന്റെ ചലനത്തിന് കാരണമാകുന്നത്, ചാഞ്ചല്യപ്പെടുന്നതിന്റെ കാരണമാകുന്നത്. അപ്പം മനസ്സ് ഏതൊന്നിലാണോ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ആ കർമ്മവാസനകളാകുന്ന പൊടികൾ മുഴുവൻ വന്ന് തന്നെ എന്താണ് അതിൽ നിന്നും ഇതാകും. അപ്പൊ അതുകൊണ്ട് ആ മനസ്സ് ഭഗവത് പദത്തിലേക്ക് എത്തുവാൻ താമസം വരും. അങ്ങനെയാവുമ്പോൾ ഈ ഭൗതികമായിട്ടുള്ള ആസക്തിയിൽ നിന്നും നമ്മളുടെ മനസ്സ് അതിൽ നിന്നും യഥാർത്ഥമായിട്ടുള്ള ഈശ്വരനിലേക്ക് മനസ്സിനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അതിനെന്താ വേണ്ടത്? സത്വേന വൃദ്ധേന രജസ്തമശ്ച വിധൂയ നിർവാണം ഉപൈത്യനിന്ധനം. നമുക്ക് എവിടെയൊക്കെയാണോ ആസക്തികൾ വന്ന് പെട്ടിട്ടുണ്ട് എങ്കിൽ, നമ്മൾ ആസക്തികൾ എന്ന് പറയുമ്പോൾ വേഗം നമുക്ക് എന്താണ് കാമിനി കാഞ്ചനങ്ങൾ മാത്രമാണെന്ന് വിചാരിക്കും. പണമാണ് ഏറ്റവും പ്രധാനം. പണമെന്ന് തന്നെയല്ല, നമ്മളിൽ എത്ര തന്നെയുള്ള ദുർവാസനകളുണ്ട്. പലതിനോടും നമുക്ക് അഭിവാഞ്ചം ഉണ്ടാവും. നമുക്ക് അസൂയ, കുശുമ്പ്, കൊനഷ്ട് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അഹങ്കാരം, ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മളുടെ ഉള്ളിലെ വാസനകളെ കൊണ്ടാണ്. ഒരാളിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് ഉയരണം എന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്ക് അയാളോട് എന്തായി? അയാളോട് ദേഷ്യയായി അവിടെ, അല്ലെങ്കിൽ അസൂയയായി, കുശുമ്പായി അവിടെ. അപ്പൊ ഈ കർമ്മവാസനകള് യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തമോ ഗുണം. ഇന്നലെ നമ്മളെ ഭക്തിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവിടെ സത്വേന വൃദ്ധേന രജസ്തമശ്ച. തമോ ഗുണമാണെങ്കിൽ ആ തമോ ഗുണത്തെ നശിപ്പിച്ചുകൊണ്ട് രജോ ഗുണത്തിലേക്ക് എത്താൻ ശ്രമിക്കുക. രജോ ഗുണത്തെ നശിപ്പിച്ചുകൊണ്ട് സത്വഗുണത്തിലേക്ക്. അപ്പോ യഥാർത്ഥത്തില് വിധൂയ നിർവാണം ഉപയത്തി അനിന്ധനം, അതായത് കത്തുവാൻ വിറക് ഇല്ലാത്തതായിട്ടുള്ള അഗ്നി എങ്ങനെയാണോ കെട്ടടങ്ങുന്നത് പോലെ നമ്മൾ ഈ തമോ ഗുണവും അല്ലെങ്കിൽ രജോ ഗുണവും സത്വ ഗുണവും, ഇങ്ങനെ ഈ 3 ഗുണങ്ങളെ ഒക്കെ നമ്മൾ നിന്നും ഈ വിഷയവാസനകളിൽ നിന്നും ഒക്കെ നശിപ്പിച്ച് അതിൽ നിന്ന് യഥാർത്ഥമായിട്ടുള്ള ആ ആത്മചൈതന്യത്തെ, സൗന്ദര്യത്തെ നമുക്ക് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം. അവരുദ്ധ ചിത്തോ നവേദ കിഞ്ചിൽ ബഹിരന്തരം വാ യഥേഷുകാരോ നൃപതിം വ്രജന്തമിഷോഗതാത്മാനദർശ പാർശ്വേ. എങ്ങനെയാ നമുക്ക് ഈ വിഷയവാസനകളിൽ നിന്നും ഈ പരമാത്മ ചൈതന്യത്തിലേക്ക് അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് ഞാൻ പഠിച്ചത് ആരാണ്? ഒരു ഇഷുകാരൻ, കരൂവാൻ എന്ന് പറയും, അതായത് അമ്പുണ്ടാക്കുന്നവനെ പഠിച്ചത്. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ സർപ്പത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആഡംബരമായിട്ടുള്ള കെട്ടിടങ്ങൾ വെച്ച് താമസിക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തില്. പിന്നെയോ ഈ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള സ്വാധീനങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് വെറുതെ നമ്മളുടെ ഈ ജീവിതം പാഴാക്കരുത് എന്ന് അതിൽ നിന്ന് കാണിച്ചു തരികയാണ്. വെറുതെ അതിനു വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ട് യഥാർത്ഥമായിട്ടുള്ള ആത്മവസ്തുവിനെ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മറന്നു പോകുന്നു. അവിടെ ആലോചിച്ച് നോക്കൂ, ഈ 30 വർഷങ്ങളെ കൊണ്ട് നമ്മൾ ഈ ഇത് മത്സരിച്ച് ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് ഇതിലും വലിയൊരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഓട്ടത്തിലൂടെ ഓടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്ത ഇതിലും ഒരൊറ്റ ദിവസത്തേക്കേ ഉള്ളൂ ഈ കെട്ടിടം. ഒരു ദിവസം കഴിഞ്ഞാൽ ഇത് പഴയതായി. അപ്പൊ പിന്നെ എന്തായി? ഇതിന് കുറച്ചുകൂടെ മോടി പിടിപ്പിക്കാൻ വേണ്ടി അടുത്ത് കാണുമ്പോഴത്തേക്ക് മോഹിക്കുകയാണ് അവിടെ. ഈ മോഹത്തിന് ഒരിക്കലും അവസാനം വരുന്നില്ല.
ഇതിനൊരു എൻഡിങ് വരുന്നില്ല, യഥാർത്ഥമായിട്ടുള്ളൊരു സുഖം അവിടെ ഉണ്ടാവുന്നില്ല എന്ന് കാണിച്ചു തരികയാണ്. അപ്പം യഥാർത്ഥത്തിൽ വീട് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും വീട് എന്ന് പറഞ്ഞാൽ വിടേണ്ടതാണ് വീട് എന്ന് പറയും. എന്താണ് വിടേണ്ടതാണ് വീട്? ഇത് ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഏക്കർ കണക്കിന് സ്ഥലം നമുക്ക് നമ്മളുടെ ജന്മാന്തരമായിട്ട് നമുക്ക് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്നിട്ട് അതിൻ്റെ പേരിൽ നമ്മൾ അല്ലേ ആ അവകാശം വെച്ചിട്ട് നമ്മൾ അതിനെ വിൽക്കുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നത് ആലോചിച്ച് നോക്കൂ. കുറച്ച് കാലം ഒരു 30 വർഷത്തേക്ക് വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അല്ലാതെ അതിൽ ഒരു സത്യവും ഇല്ല. ഇത് കഴിഞ്ഞാലോ, ഇത് കഴിഞ്ഞാൽ അടുത്ത ആൾ അവിടെ താമസിക്കുന്നു, അയാളും കുറച്ച് ആൾ കഴിയുമ്പോൾ അയാളും പോകുന്നു അവിടെ. അപ്പം യഥാർത്ഥത്തിൽ ഒരിക്കലും ഈ സ്ഥിരമല്ലാത്തതായിട്ടുള്ള ഈ വസ്തുവിന്റെ പുറകിൽ ആസക്തിയോടുകൂടി പോകുമ്പോൾ സ്ഥിരമായിട്ടുള്ള ആ ആനന്ദത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് അവിടെ. അതാണ് സർപ്പം നമുക്ക് അത് കാണിച്ചു തരുന്നത്. പിന്നീടാണ് എട്ടുകാലി എന്നുള്ള ഊർണനാഭിയെ കുറിച്ച് അവിടെ പറയുന്നു. എന്താണ് ഊർണനാഭി പറയുന്നത്? ഏകോ നാരായണോ ദേവ പൂർവസൃഷ്ടം സ്വമായയാ സംഹൃത്യ കാലകലയാ കൽപ്പാന്തമിതമീശ്വര ഏക ഏവ അദ്വിതീയോ ഭൂ ആത്മാനാധാരോഖിലാശ്രയാം കാലേന ആത്മാനുഭാവേന സാമ്യം നീതാസു ശക്തിഷു സത്വാദിഷ്വാദിപുരുഷ പ്രധാന പുരുഷേശ്വര. എന്താണ് ഊർണനാഭിന്ന് പഠിച്ചതായിട്ടുള്ള കാര്യം? തൻ്റെ തന്നെ മായയാണ് യഥാർത്ഥത്തിൽ. നമ്മൾ പറയുന്നുണ്ട് അല്ലേ, ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളുടെയും ആധികാരികമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? ആ ഒരൊറ്റ ശക്തിയാണ്. ആ ശക്തിയാണ് യഥാർത്ഥത്തിൽ, ആ ഒരൊറ്റ ശക്തി ഉള്ളൂ ശരിക്കും. ബ്രഹ്മോപദേശത്തിൽ ഇനി പറയുന്നുണ്ട്, ഘടാകാശ പറയുന്നുണ്ട് അല്ലേ, ഒരു കുടത്തിനകത്തൊരു വായു, കുറച്ച് വായു ഉണ്ട്, പുറമേ വായുണ്ട്. അപ്പൊ നമ്മൾ പറയും 2 വായു, കുടത്തിനകത്തൊരു വായു, പുറത്ത്. അങ്ങനെയില്ല, വായു ഒന്നേ ഉള്ളൂ. ഈ വായുവിന്റെ ഇടയിൽ ഒരു മൺകുട ഇങ്ങനെ വന്നു, ഒരു രൂപം വന്നു. ഇത് ഉടഞ്ഞു പോകുമ്പോഴത്തേക്കും ആ വായു നശിച്ചു എന്ന് പറയാറുണ്ടോ ആരെങ്കിലും? പറയാറില്ല. ആ വായു പറഞ്ഞ ഇത് തന്നെയാണ് നമ്മളുടെ ഒക്കെ മരണത്തിന്റെ സത്യം. ആ മരണമില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുന്ന അതിലൂടെയാണ്. അതാണ് അവസാനം പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അതാണ് ബ്രഹ്മോപദേശത്തിൽ അതാണ് ഏറ്റവും അവസാനത്തിൽ പറയുന്ന ഉപദേശം. അപ്പൊ യഥാർത്ഥത്തിൽ ഈ കുടത്തിലെ വായു മറ്റതിനോട് ചേർന്നു എന്ന് പറയുന്നില്ല. ആനന്ദലീനോ എന്ന് നാരദന് ഉണ്ടായില്ലേ ധ്യാനിച്ച സമയത്ത്? ആനന്ദ സംപ്ലവോലീനോ നാപശ്യമുഭയം മുനെ എന്ന് പറയുന്നില്ലേ? എനിക്ക് രണ്ടെന്ന് തോന്നുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് ആ ധ്യാനം എത്തി എന്ന് പറയുന്നുണ്ട് നാരദ മഹർഷി ആ ധ്യാനത്തിന്റെ ഇതിൽ നിന്ന്. എന്ന് പറഞ്ഞ പോലെ ഒന്നേ ഉള്ളൂ, ഒറ്റ ശക്തിയുള്ളൂ. അതിന് നമുക്ക് ഏറ്റവും എളുപ്പം വിശ്വാസം. വിശേഷേണയുള്ള ശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷേണയുള്ള ശ്വാസം എന്താ ശരിക്ക്? നമ്മളുടെ ഉള്ളിലൂടെ ഈ ശ്വസിക്കുന്ന ഈ ശ്വാസം തന്നെയാണ് സകല ജീവജാലങ്ങളുടെ ഉള്ളിലൂടെ പോകുന്നതെന്നാണ് വിചാരിക്കുക. നമ്മളുടെ ഉള്ളിലാകുമ്പോഴത്തേ പ്രാണൻ, ജീവൻ, എൻ്റെ ജീവൻ. അതിന് എന്തൊരു പ്രേമ നമുക്ക് നമ്മളുടെ ജീവനോട്. അങ്ങനെ നമ്മൾ അതിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വായു തന്നെയാണ് എല്ലാത്തിന്റെ ഉള്ളിലൂടെ ചലിക്കുന്നത്. നമ്മൾ വെറും ഒരു ഉപകരണം. ആ ഉപകരണത്തിന്റെ ഇടയിൽ കൂടെ ഈ കറണ്ടിന്റെ അവസ്ഥ എങ്ങനെയാ? ഫാനിനാണേലും ട്യൂബിനാണേലും അല്ലേ, ഇതിനൊക്കെ പ്രത്യേകം കറണ്ട് ഉണ്ടോ? അങ്ങനെയില്ല. ഒറ്റ കറണ്ട്. ഇനി എത്ര വലിയ കമ്പനിയുടെ ഇതാണെന്ന് പറഞ്ഞാലും ഈ കറണ്ട് ഇല്ലാതെ എന്തെങ്കിലും നടക്കുമോ അവിടെ? ആ കരണ്ടിന്റെ സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിലുള്ള ഈ നമ്മളുടെ പ്രവൃത്തികൾക്ക്, മനോഭാവ കർമ്മങ്ങൾക്ക് ആധാരമായിട്ടുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് അതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഭഗവാൻ. എന്താണോ തൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഊർണനാഭി എങ്ങനെയാണോ തൻ്റെ ഉള്ളിൽ നിന്നും അല്ലെ അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് വല കെട്ടി അതിൽ ഇതായി താൻ അതിൽ നിന്നും സൃഷ്ടി സ്ഥിതി സംഹാരാദികളൊക്കെ ഒന്നിൽ നിന്നുണ്ടായി ഒന്നിൽ നിന്നേക്ക് കൊണ്ടിരുന്നു. അപ്പൊ ഈ ഉണ്ടാകലും ഇതിലൊന്നും വിശ്വസിക്കേണ്ടതായിരുന്നു. നമ്മൾ ഈ ഉണ്ടാകുന്നതിൽ വിശ്വസിക്കുക. ഈ പുറമേ കാണുന്നതായിട്ടുള്ള വസ്തുക്കളിൽ അത് നശിച്ചു പോകുന്നതാണ്. എന്നാൽ ഇത് ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള വസ്തുവിന് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല അവിടെ. ഇതാണ് ഇത്. അപ്പം ഈ സ്ഥിരമല്ലാത്തതായിട്ടുള്ള ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ അല്ലേ ഇങ്ങനെ എന്താണ് ഓരോന്നിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെടുകയാണ് അവിടെ. അപ്പം തൻ്റെ ഈ മായയായിട്ടുള്ള ഈ പ്രകൃതിയെ കൊണ്ട് എന്താണോ സൃഷ്ടിക്കപ്പെട്ടത് അത് പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ അതിനെ നിലനിർത്തുന്നു, അത് സംഹരിക്കുന്നു. ഇതൊക്കെ
താൻ തന്നെ, അതായത് ഏകോ നാരായണോ ദേവ പൂർവസൃഷ്ടം സ്വമായയാ. അപ്പം അവിടെ ശരിക്ക് എന്താണ് ഭഗവാൻ എന്നിട്ട് പറയുന്നത് എന്താണ്? സംഹൃത്യകാലകലയാ കൽപ്പാന്തം ഇതമീശ്വര. ഇതൊക്കെ വെറും ഒരു ക്രീഡയാണ് ഭഗവാന്റെ. ഭഗവാൻ കാലരൂപമായിട്ട് ഇവിടെ വന്നിട്ട് ഓരോ കാലമായിട്ട് വന്ന് പലതും ഇവിടെ നടത്തുന്നു. ഇതിലൊക്കെ നമ്മൾ ഈ കാലത്തിനെ നമ്മൾ സ്വീകരിക്കുക വേണ്ടത്. ശരിക്കും നമുക്കൊക്കെ ഏറ്റവും വലിയൊരു കുഴപ്പം അതാ, ഈ കാലത്തിനെ ഈശ്വരനായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇന്നത്തെ ഈ എന്താണ് യാഥാസ്ഥികത ഉള്ളവർക്കൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അല്ലേ? ഇന്നത്തെ യുഗത്തിൽ കഴിയാൻ പറ്റാത്ത, യുഗം എന്നല്ല, യുഗമല്ല പറയുന്നത്, ഇന്നത്തെ കാലത്ത് നമ്മുടെ പണ്ട കാലത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലമായിട്ട് കമ്പയർ ചെയ്യും. അന്നത്തെ പോലെ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം അവിടെ? ഇന്നത്തെ കാലത്തിലുള്ള മാറ്റങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുക. അപ്പോഴും നമ്മളുടെ ഉള്ളിലെ ഭാവത്തിന് മാറ്റം വരരുത്. നമ്മളുടെ ഉള്ളിലെ ഭാവത്തിന് മാറ്റം വരാതെ നമുക്ക് അത് സ്വീകരിച്ചാൽ എന്താ കുഴപ്പം? ഇതൊക്കെ മാറുന്നതാണ്. ഇതിനെയൊന്നും നമുക്ക് ഇപ്പം എന്താ പറയുക, മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വികസന പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ പിന്നെ കണ്ടുപിടുത്തങ്ങൾ അല്ലേ? പലതരത്തിലുള്ള ഇപ്പൊ യാന്ത്രികമായിട്ടുള്ള എന്തൊക്കെയോ കണ്ടുപിടുത്തങ്ങൾ എത്തി ഇവിടെ. പണ്ട് അരി അരച്ചോണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അരി അരക്കലായി അല്ലേ? അതുകൊണ്ട് ഈ മിക്സി മോശമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നത്? ഇതിലെന്താ അർത്ഥം ഇരിക്കുന്നത്? നമുക്ക് സാധനം അവിടെ ഏത് രീതിയിൽ ഉണ്ടാവുന്നുണ്ടോ എന്ന്. അപ്പം ഇതിനെക്കുറിച്ച് ചൊല്ലിക്കൊണ്ട് നമ്മളുടെ മനസ്സ് വല്ലാണ്ട് ഇതാക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ആട്ടുകല്ല് മാറ്റി മിക്സി ആക്കിയതാരാണ്? ആട്ടുകല്ല് മാറ്റി മിക്സി ആക്കിയതാരാണ്? ഈശ്വരൻ തന്നെയാണ്, കാലമാണ്. ആ കാലത്തിൽ അത് ഈശ്വരനാണെന്ന് നമുക്ക് വിചാരിച്ചാല് നമുക്ക് മിക്സിയെ നമുക്ക് ഒഴിവാക്കേണ്ട കാര്യമുണ്ടോ? അവിടെ ഒഴിവാക്കേണ്ട കാര്യമില്ല. അപ്പം മാറ്റങ്ങൾക്ക്, പ്രകൃതിയുടെ മാറ്റങ്ങൾക്കും കാരണം ഈശ്വരനാണ് എന്നുള്ളൊരു സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം അങ്ങനെയുള്ള ആ പ്രകൃതിയെ ഇല്ലാണ്ടാക്കാനും അത് ഭഗവാൻ അറിയാം. അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിന് മെനക്കെട്ടേണ്ട കാര്യമില്ല എന്ന് അവിടെ പറയാണ്. പിന്നെയോ അതുകൊണ്ട് പറയാണ് അവിടെ, പരാവരാണം പരമ ആസ്തേ കൈവല്യ സംജ്ഞിത കേവലാനുഭവാനന്ദ സന്തോഹോ നിരുപാധിക. ഇവിടെ ദേവന്മാര്, ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും ഈ സംസാര ബന്ധം എന്നുള്ളത് അവർക്കുണ്ട്. അവര് പോലും എന്താണ് മോചനം നേടിയതായിട്ടുള്ള ആ മുക്തന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നു എന്ന് പറയാണ്. അപ്പം ഈ കൈവല്യം അല്ലെങ്കിൽ മുക്തി, മോചനം എന്നൊക്കെ പറയുന്നത് തന്നെ എന്താണ് ശരിക്കും? നമ്മളുടെ മനസ്സുകൊണ്ട് നമുക്ക് നേടിയെടുക്കുക, നമ്മളുടെ ഭാവം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. അതാണ് ഈ മുക്തി എന്ന് പറയുന്നത്. സത്യം തന്നെ ഈ മുക്തി എന്നുള്ള ഒരു വാക്കും മോക്ഷം എന്നുള്ള ഒരു വാക്കും ഒക്കെ നമ്മളെ വല്ലാണ്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അവസാന സമയത്ത് ഭഗവാൻ എന്നൊക്കെ പറയുന്നത് എവിടെ ഈ ഭഗവാൻ എന്നുള്ളതാണ് മനസ്സിലാക്കാതെ. അതുകൊണ്ടാണ് ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നതാണ്, ഭഗവാനോട് ചേർന്നിരിക്കുന്നതാണ്. അപ്പം ഈ ഭഗവാനോട് ചേർന്നിരിക്കുക എന്നുള്ളത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇതൊന്നും നമ്മളെ ബാധിക്കാത്ത ഒരു മനസ്സ്, നിഷ്കളങ്കം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് നിസ്സംഗമായിട്ടുള്ള അല്ലെ, ആ നിസ്സംഗത്വം നമുക്ക് എപ്പോഴാണോ ഉണ്ടാകുന്നത് അതാണ് യഥാർത്ഥത്തിൽ മുക്തി എന്ന് പറയുന്നത്. അതാണ് സംസാര ബന്ധം ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതാണ്. അത് ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും അവര് പോലും മോഹിക്കുന്നോടെ. അപ്പം ഈ ഭഗവാൻ ഈ കേവലം അനുഭവത്തിന് ഗോചരമായിട്ടുള്ള ഈ എന്താണ് സത്യത്തെ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട് അവിടെ ആ എട്ടുകാലിയിൽ നിന്നും നമ്മളെ പഠിപ്പിക്കുന്നു അവിടെ. അപ്പം എന്താ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള സകല പ്രകൃതിയിലുള്ള സംഗതികൾക്കൊക്കെ ആധാരം എന്താണ്? ഈശ്വരനാണ് അത് നിർമ്മിച്ചത്. ഒന്നിനെയും നമുക്ക് ഒഴിവാക്കാനില്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കാനുള്ളത്. ഇതിനെ നിയന്ത്രിക്കുന്നതും ഇതിനെ നടത്തിക്കൊണ്ടു പോകുന്നതും ഒക്കെ എന്താണ്? ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരാള് എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ തന്നെയാണ്. അത് നമ്മൾ അത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമുക്ക് നമ്മളുടെ മനസ്സിനെ സ്വതന്ത്രമാക്കാൻ നമുക്ക് സാധിക്കും എന്ന് അവിടെ പറയാണ്. പിന്നീട് അപ്പം ഈ എട്ടുകാലി തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ നൂല് വലിച്ചെടുത്ത് എങ്ങനെയാണോ വല കെട്ടി ആ വലയ്ക്കുള്ളിൽ ഇരുന്ന് അല്ലെ സുഖമായിട്ട് വിഹരിക്കുന്നു, എന്നിട്ടോ അത് കഴിഞ്ഞാല് ആ വലയ്ക്കകത്ത് ഇരുന്നുകൊണ്ട് തന്നെയാണ് ഇര തേടുകയൊക്കെ ചെയ്യുന്നത്. ഒടുവിൽ എന്താണ്? ആ വല നൂലിനെ തന്നിലേക്ക് തന്നെ വലിച്ചെടുക്കുന്നു. അതുപോലെ ഭഗവാൻ തന്നിൽ നിന്നും ഉള്ള ഈ ഗുണങ്ങളോട് കൂടിയതായിട്ടുള്ള ഈ മായയെയൊക്കെ അത് പുറത്തു വിട്ട് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിക്കുന്നു. മായ കൊണ്ടാണ് സൃഷ്ടിക്കുന്നത്. മായയാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആ ശരീരങ്ങളുടെ ഉള്ളിൽ താൻ തന്നെ ആത്മസ്വരൂപമായിട്ട് ഇരുന്നു കൊണ്ട് ക്രീഡിക്കുന്നു എന്ന് പറയാണ്.
അതിനെ വ്യക്തമാക്കി തരികയാണ് അവിടെ. ഇതിൽ വ്യത്യാസമൊന്നുമില്ല. ഇനി എത്ര പല തരത്തിലുള്ള എന്താണ് ശരീരങ്ങൾ ഉണ്ടാകുമായിരിക്കും, പക്ഷേ ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ആ ശരീരത്തിന്റെ ഭാഷയ്ക്കനുസരിച്ച്. എങ്ങനെ ശരീരത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാല്, വൃത്താകൃതിയിലുള്ള ഒരു പാത്രത്തിലും ചതുരാകൃതിയിലുള്ള ഒരു പാത്രത്തിലും വെള്ളം വെച്ച് കഴിഞ്ഞാല്, ഓ അതില് ചതുരത്തിലാണല്ലോ കേട്ടോ ആ വെള്ളം, ഇത് വൃത്തത്തിലാണ് ഈ വെള്ളം എന്ന് പറയാറുണ്ടോ? വെള്ളത്തിന് എന്തെങ്കിലും ഇതുണ്ടോ? അത് ആ പാത്രത്തിന്റെ വ്യത്യാസമുള്ളൂ അവിടെ എന്ന് പറഞ്ഞാലാണ് ഭഗവാന്റെ അവസ്ഥ. എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിലും ആ ശരീരങ്ങളുടെ ഉള്ളില് ആത്മസ്വരൂപത്തിൽ അവിടെ ഇരിക്കുന്നു. അപ്പം എന്താണ് ഈ ഇവിടെ ഭഗവാൻ ഒരു ക്രീഡ പോലെ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നു. ഭഗവാന്റെ ഒരു ക്രീഡ. പല പല കളിപ്പാട്ടങ്ങൾ എടുത്ത് കളിക്കുകയല്ലേ കുട്ടികൾ കളിപ്പാട്ടങ്ങൾ എടുത്ത്, പുതിയ കളിപ്പാട്ടം വരുമ്പോൾ എന്തായി, വലിച്ചങ്ങ് എറിയും അല്ലേ? എന്നിട്ട് അടുത്ത കളിപ്പാട്ടം എടുക്കും എന്ന് പറഞ്ഞവരേ ഉള്ളൂ. നമ്മളുടെ ഈ ജനന മരണങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ സൃഷ്ടി സംഹാരങ്ങളൊക്കെ ഈ കളിപ്പാട്ടം പോലെയാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം. ഈ സത്യത്തെ നമുക്ക് ആ എട്ടുകാലിയിൽ നിന്നും നമുക്ക് പറഞ്ഞു തന്നു എന്ന് പറയാണ്. പിന്നീടാണ് വേട്ടാളൻ. വേട്ടാളൻ എന്താണ് പറയുന്നത് അവിടെ? വേട്ടാളൻ പറയുന്നത്, എത്രയെത്ര മനോ ദേഹി ധാരയേ സകലം ധിയാം സ്നേഹാദ്വേഷാൽ ഭയാദ്വാപീയാതി തത്തൽ സ്വരൂപതാം കീട പേശസ്കൃതം ധ്യായൻ കുഡ്യാം തേന പ്രവേശിത യാതി തൽ സാത്മതാം രാജൻ പൂർവരൂപമസന്ത്യജൻ. വേട്ടാളൻ എന്ന ജീവി ഒരു പുഴുവിനെ കൊണ്ടുവന്ന് തൻ്റെ ആ ചുവരില് ഒരു ദ്വാരത്തിൽ കൊണ്ടുവെക്കുകയാണ് അവിടെ. എന്നിട്ടോ ഈ പുഴു അതിനെങ്ങും പോകാൻ പറ്റാതെ, അതിന് കണ്ടിട്ടുള്ള എന്തിനാണ്? ഈ കൊണ്ടുവച്ചിട്ടുള്ള ഈ വേട്ടാളനെ മാത്രമേ അറിയാവുള്ളൂ. അപ്പം അതിന് എങ്ങും രക്ഷപ്പെടാൻ സാധിക്കാതെ ആ ചെറിയ ദ്വാരത്തിൽ വെച്ച് അവിടെ ഇങ്ങനെ മണ്ണുകൊണ്ട് അടച്ചിട്ട് പോവുകട്ടെ. എന്നിട്ട് ഒരു കുത്തും കൂടെ കൊടുത്തിട്ടാ പോവുക എന്ന് പറയാം. ഒരു കുത്തും കൂടെ കൊടുക്കും. ഈ ഒരു വേദന സഹിച്ചുകൊണ്ട് എന്താണ് ആ സദാ ആ കൂടിന് ചുറ്റും ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറന്ന് ആ പുഴുവിനെ ഭയപ്പെടുത്തുകയാണ് ശരിക്കും ഈ വേട്ടാളൻ. അങ്ങനെ ഈ വേട്ടാളനെ തന്നെ പേടിച്ച് പേടിച്ച് പേടിച്ച്, അല്ലെങ്കിൽ എന്താണ് വേറെ രീതി പറഞ്ഞാൽ എന്താണ്, ധ്യാനിച്ച് പുഴു എന്തായി, എന്തിനെയാണോ ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് പറയല്ലേ, തൻ്റെ ഭാവം എന്തിനെ കുറിച്ചാണോ നമ്മൾ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതേ രീതിയാവും നമ്മളുടെ ഭാവം. വ്യത്യാസങ്ങൾ നമുക്കറിയാൻ സാധിക്കും. ചില ആരാധകന്മാര്, സംഗീതജ്ഞരൊക്കെ ഏതെങ്കിലുമൊക്കെ സംഗീതജ്ഞന്മാരെ ഒന്ന് ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പാട്ടുകളും ശബ്ദം പോലും പറയാറുണ്ട്. കഥകളി സംഗീതത്തില് പണ്ടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കലാമണ്ഡലം ബാബു നമ്പൂതിരി, അദ്ദേഹത്തിന് സദാസമയവും ഹരിദാസേട്ടൻ്റെ കൂടെ പാടി ശബ്ദം പോലും ബാബുവേട്ടന് ഹരിദാസേട്ടൻ്റെ കൂടെ പാടുമ്പോൾ ആരാ പൊന്നാനി പാടുന്നതെന്ന് അറിയാൻ പറ്റാതെ വരും എന്ന് പറഞ്ഞ പോലെയാണ്. എന്തിനെയാണോ നമ്മൾ സദാസമയവും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഭാവഗ്രാഹി, നമ്മുടെ ഭാവം ആ ജനാർദ്ദനെ കുറിച്ച് തന്നെയാണ് സദാസമയവും നമ്മളുടെ ഉള്ളിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായി, ആ ജനാർദ്ദന്റെ ഭാവം തന്നിൻ്റെ ഉള്ളിലേക്ക് എത്തും അവിടെ. ഇതാണ് സത്സംഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥ. അതാണ് നമ്മളുടെ മാലിന്യങ്ങൾ, നമ്മളുടെ ഉള്ളിലെ മാലിന്യങ്ങൾ മാറി നമ്മളുടെ ആള് മാറിപ്പോകുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഈ സത്സംഗങ്ങളിൽ നിന്നും അവരിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു അനുഭൂതി, ആ ഒരു ഭാവം നമ്മളിലും അത് പ്രാവർത്തികമായിട്ട് വരുന്നു. അത് അങ്ങനെ ആ രീതിയിൽ വേട്ടാളനിൽ നിന്നും പഠിപ്പിക്കുകയാണ്. എന്താണ് അപ്പം ആ വേട്ടാളനിൽ നിന്ന് പഠിപ്പിക്കുന്നത്? ഏവം ഗുരുഭ്യേതേഭ്യേഷാമേ ശിക്ഷിതാമതി സ്വാത്മോപശിക്ഷിതം ബുദ്ധിം ശൃണുമേ വദതഃ പ്രഭോ. അവിടെ പറയാം, കീടപേശസ്കൃതം ധ്യായൻ കുഡ്യാം തേന പ്രവേശിത യാതിതൽ സാത്മതാം രാജൻ പൂർവരൂപം അസന്ധ്യജൻ. അപ്പം സദാ ധ്യാനിക്കുന്ന ആ രൂപം തന്നെ തനിക്ക് വന്നു ചേരും. അപ്പം ആ സദാസമയം എന്തായിരിക്കണം? നമ്മളും ഈ വേട്ടാളിനെ പോലെ നമുക്ക്, അല്ലെങ്കിൽ ആ പുഴുവിനെ പോലെ ഈശ്വരധ്യാനത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ നമ്മളും ആ സാരൂപ്യ മുക്തിയിലേക്ക് എത്തിച്ചേരും എന്ന് വേട്ടാളനിൽ നിന്നും നമ്മളെ പഠിപ്പിച്ചു എന്ന് പറയാണ്. ഇങ്ങനെ ഓരോരോ ഗുരുക്കന്മാരിൽ നിന്നും ഓരോരോ തത്വങ്ങളെയൊക്കെ നമുക്ക് മനസ്സിലാക്കി അവിടെ തരികയാണ്. 24 ഗുരുക്കന്മാര്. ആ 24 ഗുരുക്കന്മാരെ പറ്റി പറഞ്ഞതിന് ശേഷം പറയാണ്, സ്വാത്മോപശിക്ഷിതം ബുദ്ധിം ശൃണുമേ വദതഃ പ്രഭോ. എൻ്റെ ശരീരവും കൂടി ഗുരുനാഥനായിട്ട് അവസാനം പറയാണ്. 25ാമത്തെ ഗുരുനാഥൻ ആരാണ്? തൻ്റെ ശരീരം. എന്താണ് അവിടെ പറയുന്നത്? ദേഹോ ഗുരുർമമ വിരക്തി വിവേകഹേതുർബിഭ്രസ്മ
സത്വനിധനം സതതാർച്യുദർക്കം തത്വാന്യനേന വിമൃശാമി യഥാ തഥാപി പാരക്യമിത്യവസിതോ വിചാര്യമസംഗ. എപ്പോഴും പലതരത്തിലുള്ള അല്ലെ ദുഃഖങ്ങളോട് കൂടിയിട്ടുള്ള നമ്മളുടെ ഈ ശരീരം എന്ന് പറഞ്ഞാലോ, ശരീരം ഉണ്ടാകുന്നു, പിന്നെ വളരുന്നു, അല്ലെ, അങ്ങനെ ക്ഷയിക്കുന്നു. ഇങ്ങനെ 6 തരത്തിലുള്ള ഷഡൂർമികൾ എന്ന് പറയും അവിടെ. അപ്പം ജനിക്കുക, വളരുക, മരിക്കുക, ഇങ്ങനെ ഈ പ്രവർത്തികളൊക്കെ ഉള്ളതായിട്ടുള്ള ഈ ദേഹം എനിക്ക് ഗുരുവായിട്ട് കാണുന്നു. യഥാർത്ഥമായിട്ടുള്ള ആ തത്വജ്ഞാനത്തെ ഞാൻ ഈ ദേഹമാകുന്ന ഗുരുവിൽ നിന്ന് അഭ്യസിച്ചു. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1 വയസ്സുള്ളപ്പോഴും ഞാൻ എന്ന് പറയുന്നു, പിന്നെയോ 90 വയസ്സുള്ളപ്പോഴും ഞാൻ എന്ന് പറയുന്നു. എന്നാൽ ഈ ഞാൻ എന്നുള്ളതിനൊരു മാറ്റവും ഇല്ല താനും, അല്ലേ? എന്നാൽ 90 വയസ്സുള്ള ആള് ആണ് ഈ 1 വയസ്സെന്ന് കണ്ടു ഞാൻ മനസ്സിലാക്കുമോ? ആരെങ്കിലും മനസ്സിലാക്കുമോ? ഇവിടെ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കുട്ടികളെ പോലും ഇപ്പൊ നമ്മൾ 20 വർഷം കഴിഞ്ഞാൽ പോലും കാണാൻ മനസ്സിലാക്കുന്നില്ല. പിന്നെ പറഞ്ഞു വരുമ്പോൾ അത് നമ്മൾ ഒരുമിച്ച് ഒരു എൻജോയ് ചെയ്ത് പഠിപ്പിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് എന്നിട്ടും പറ്റുന്നില്ല അങ്ങോട്ട്. അപ്പോ ഈ ഞാൻ എന്നുള്ളൊരു ഭാഷയ്ക്ക് അവിടെ വ്യത്യാസം ഉണ്ടാവുന്നില്ല. അപ്പം ഈ നമ്മൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ശരീരത്തിന്റെ അവസ്ഥ കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിന് അവകാശിയായിക്കൊണ്ട് അഗ്നിയോ പുഴുവോ ഉറുമ്പോ അല്ലെ, മറ്റ് ചാവാലി പക്ഷികള് അല്ലെ ഒക്കെ ആയിട്ട്, കഴുകനും ഒക്കെ ആയിട്ട് കടിച്ചു കീറാൻ വേണ്ടി ഇത് കൊണ്ടുവരും. അപ്പം ഇത് ആ ശരീരത്തോട് സംഘം കൂടാതെ നമുക്ക് ഇരിക്കാൻ സാധിക്കുക. ജായാത്മജാർത്ഥ പശുഭൃത്യ ഗൃഹാപ്തവർഗാൻ പുഷ്ണാദീയ പ്രിയ ചികീർഷുതയാ വിതന്വൻ സ്വാന്തേ സകൃശ്രമവരുദ്ധധന സദേഹ സൃഷ്ട്വാസ്യ ബീജമവസീദതി വൃക്ഷധർമ്മ. അപ്പം ഈ ദേഹത്തിന് വേണ്ടിയിട്ട് വെറുതെ കഷ്ടപ്പെട്ട് നമ്മൾ ധനം സമ്പാദിക്കുന്നു. ഈ ദേഹത്തിനോടുള്ള ആസക്തി കൊണ്ടാണ്, ഏത് ദേഹത്തിനോടുള്ള ആസക്തി എന്ന് പറയാൻ കാരണം എന്താണ്? മോഹം, അല്ലേ? മോഹം അല്ലേ നമ്മുടെ ഏതിൻ്റെയും പ്രധാനമായിട്ടുള്ള കാരണം. അപ്പം തൻ്റെ ആഗ്രഹങ്ങൾക്ക് പൂർത്തി വരുത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള രീതിയിൽ ഭാര്യാപുത്രാദികൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പലതരത്തിൽ ചെലവ് ചെയ്യുന്നു അവിടെ, അല്ലേ? ഭാര്യ, പുത്രൻ, ധനം, പിന്നെയോ പശുക്കള്, ഭൃത്യന്മാര്, ഭവനം തുടങ്ങിയതായിട്ടുള്ള എല്ലാം ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആസക്തി കൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള ധനം മുഴുവൻ അതിന്, എന്നിട്ട് ഈ ധനം ഉണ്ടാക്കാൻ വേണ്ടി ഓടുക, നമ്മൾ കഷ്ടപ്പെടുക. ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയോ? പോറ്റണ്ടേന്നാ ചോദിക്കുന്നത്. കുടുംബരാമനായിട്ട്, അല്ലെ? പ്രഹ്ലാദൻ പറയുന്ന പോലെ കുടുംബരാമനായിട്ട് നമ്മൾ വെറുതെ ഊട്ടുക നമ്മൾ രാവിലെ. ദ്വിതീയത്തിൽ പറയുന്നുണ്ട് എന്താണ്? ദേഹാപത്യ കളത്രാദിഷു ആത്മസൈന്യേഷു അസൽ സ്വപി. ശരീരം പോലും നമുക്ക് അസത്താണ് എന്നാണ് പറയാറ്. നമുക്ക് ഒരിക്കലും അത് സുഖം തരുന്ന ഒരു വസ്തു അല്ല എന്നുള്ളൊരു വസ്തു അവിടെ കാണിക്കുകയാണ്. അപ്പം ആ ധനം കൊണ്ട് നമ്മൾ പുത്രാദികളെയൊക്കെ പോറ്റുന്നതിൻ്റെ ഒരു ദുഃഖം ഒന്ന്, അല്ലേ? പിന്നീടോ അവരോടുള്ള ആ ഒരു സ്നേഹബന്ധം, പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന ആ കർമ്മബന്ധങ്ങൾ, അല്ലേ? ആ കർമ്മ സംസാര ബന്ധങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ കഴിച്ചുകൂടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തായി? കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹിം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തീരും നമ്മൾ. ഇപ്പൊ എവിടെ സുഖം അനുഭവിച്ചു? എവിടെ സുഖം അനുഭവിച്ചേ? സുഖത്തിന് വേണ്ടിയാണ് ഈ ഓടിയത് മുഴുവൻ. ഈ ഓട്ടം മാത്രമേ ഉള്ളൂ ബാക്കി എന്ന് പറയാണ് അവിടെ. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ എന്താണ്? ഈ ഒരു ജനന മരണങ്ങൾ, ഇത് വൃക്ഷത്തിൽ നിന്ന് എങ്ങനെയാണോ ആ വിത്തിൽ നിന്നും വൃക്ഷം എന്നതുപോലെ ഈ സംസാര ബന്ധം നമുക്ക് ഉണ്ടാക്കി അത് നശിച്ചു പോകുന്നു. അപ്പം ഇതിലൊക്കെ എന്തായി? നമ്മൾ അപ്പോഴും ആത്മതത്വത്തെ അറിയാതെ നമ്മൾ കഴിഞ്ഞു പോകുന്നു. ജിഹ്വൈകതോമം ഉപകർഷതി കരിഹിതർഷാശിഷ്ണോന്യതസ്ത്വഗുദരം ശ്രവണം കുതശ്ചിൽ ഘ്രാണോന്യതശ്ച പലദൃക്വച ശർമ്മ ശക്തിർബഹ്യസപത്ന്യ ഇവ ഗേഹപതിം ലുനന്തി. അനേകം ഭാര്യമാരുള്ളവനെ പോലെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന്, അല്ലെ, ഇന്ദ്രിയങ്ങൾ ഇന്ന് ദുഃഖിപ്പിക്കുന്നത്. മനസ്സിന് 5 ഭാര്യമാരാണെന്ന് പറയാം. പിടിച്ചു വലിക്കുകയാണ് അവിടെ. അപ്പൊ ഓരോ ഭാര്യയും എന്താണ്? ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കും, അല്ലെ? ജിഹ്വ എന്തിനു വേണ്ട? സ്വാദിന് വേണ്ടി നമ്മളെ നിർബന്ധിപ്പിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ,
ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് പോകും. ഘ്രാണേന്ദ്രിയം സുഗന്ധത്തിന്റെ പുറകെ പോകും. ഇങ്ങനെ ഓരോന്നും അതിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഇന്ദ്രിയങ്ങളെ നമ്മളെ പിടിച്ച് വലിക്കുകയാണ് അവിടെ. അപ്പം ഈ അനേകം ഭാര്യമാരുള്ള ഈ ഗൃഹസ്ഥനെ, ഏതാ ഈ ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഉള്ളിൽ നമ്മൾ തന്നെയാണ് ഈ ജീവൻ, അല്ലെ? ഈ ജീവൻ, ഈ അനേകം ഭാര്യമാരുള്ള ഈ ഗൃഹസ്ഥനെ ആ ഭാര്യമാര് എങ്ങനെയാണോ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിടിച്ചു വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങൾ നമ്മളെ ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് ആ ഇന്ദ്രിയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെയൊക്കെ പറത്തിവിടാൻ, അല്ലെങ്കിൽ എന്താണ്, ജയിക്കുവാൻ വേണ്ടി, ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിക്കുവാൻ വേണ്ടി നമുക്ക് ഈ ദേഹമായിട്ടുള്ള സ്നേഹത്തെ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. കർമ്മബന്ധങ്ങൾ എന്ന് പറയുന്നത് കർമ്മബന്ധനമായിട്ട് മാറുകയാണ് ശരിക്കും അവിടെ. പിന്നെ അവിടെ ഇതാ അതിന് ശേഷം പറയണ ലബ്ധ്വാസുദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യമർദ്ധദമനിത്യമപീഹധീര തൂർണം യതേതനപതേതനുമൃത്യുയാവത് നിശ്രേയസായ വിഷയ ഖലു സർവതസ്യാൽ. അതുകൊണ്ട് ഹേ ഉദ്ധവ, അനേകം ജന്മങ്ങൾ നമ്മൾ എടുത്ത്, പലതരത്തിലുള്ള ജന്മങ്ങൾ, പുഴു തൊട്ടങ്ങോട്ട് തുടങ്ങി, അല്ലെ? 800 കോടി സ്പീഷീസ് കഴിഞ്ഞിട്ടാണ് മനുഷ്യജന്മം കിട്ടുക എന്നാ പറയുന്നത്. അപ്പം ഇങ്ങനെ അത്ര പ്രയാസപ്പെട്ട് കിട്ടുന്നതും ഈ നശിച്ചു പോകുന്നതും ആയിട്ടുള്ള ആ ജന്മം, മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മൾ ആ പരമപുരുഷാർത്ഥത്തെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ വ്യർത്ഥമാണ് ഈ ഒരു മനുഷ്യജന്മം എന്നവിടെ പറയാണ്. അപ്പം ബുദ്ധിമാനായിട്ടുള്ളവരാണെങ്കിൽ, ആ ബുദ്ധിമാനായ ധീരൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ബുദ്ധിമാനായിട്ടുള്ളവരാണെങ്കിൽ എന്താണ്? അവര് എത്ര കാലം ഉണ്ടോ എത്ര സമയത്തിനുള്ളിൽ തന്നെ യഥാർത്ഥമായിട്ടുള്ള തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് വേണം? മോക്ഷത്തിനായിട്ട് തൂർണം യഥേതനപതേത് അനുമൃത്യുയാവൽ നിശ്രേയസായ വിഷയ ഖലു സർവതസ്യാൽ. ചുരുങ്ങിയ സമയങ്ങളെ കൊണ്ട് നമ്മൾ ഇതെല്ലാം വിട്ട് ആ സത്യത്തെ അറിയുവാൻ വേണ്ടി, ആഗ്രഹിക്കുവാൻ വേണ്ടി ഈ നമുക്ക് സാധിക്കണം. അപ്പം അതിനെന്താ വേണ്ടത്? ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് എന്താണ്? ഈ വിഷയസുഖമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഏത് ദേഹത്തിലിരുന്നാലും അത് കിട്ടും, അല്ലേ? നമ്മളെ പോലെ തന്നെയല്ലേ പശുക്കൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ. ആഹാര നീഹാര നിദ്ര മൈഥുനങ്ങളൊക്കെ മൃഗങ്ങൾക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. അത് ഏത് ദേഹം സ്വീകരിച്ചാലും കിട്ടും. പക്ഷേ അതിനെ ആ ആത്മസാക്ഷാത്കാരം എന്നുള്ളത് ഈ മനുഷ്യ ശരീരത്തിൽ നിന്നേ കിട്ടുകയുള്ളൂ എന്ന് 25ാമത്തെ ഗുരുനാഥനായിട്ടുള്ള ഈ മനുഷ്യ ശരീരം നമ്മളെ പഠിപ്പിച്ചു തന്നു എന്ന് പറയാണ്. അങ്ങനെ ആ ഗുരുവിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ജ്ഞാനം ഏകസ്മാൽ ഗുരോർജ്ഞാനം സുസ്ഥിരം സ്യാൽ സുപുഷ്കലം ബ്രഹ്മൈതദ് അദ്വിതീയം വൈ ഗീയത്തെ ബഹുധർഷിഭി. അപ്പം ഗുരുനാഥനിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ജ്ഞാനം അത് പൂർണ്ണമായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല, അല്ലെ? നമ്മളെപ്പോഴും പറയും, ഒരു ഗുരുനാഥനും തൻ്റെ മസ്തിഷ്കം മറ്റുള്ളവർക്ക് എടുത്തു വെച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എത്ര സത്സംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? സത്സംഗം ആകണം, അല്ലെ? സത്സംഗത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫലത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ സജ്ജനമായേ പറ്റൂ. നമ്മളിനി എത്ര വലിയ പ്രഭാഷണങ്ങളും സത്സംഗങ്ങളും സത്രങ്ങളിലും ഒക്കെ കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. മാറ്റം ഉണ്ടാവണമെങ്കിൽ അത് ആരും വിചാരിച്ചാൽ, അതിൽ ഉദ്ധവനോട് പോലും 29ാമത്തെ അധ്യായത്തിൽ ഉദ്ധവൻ പിന്നെയും ചോദിക്കുന്നത്, ഇപ്പം ഉദ്ധവനോട് പറയുന്നത് എന്താണ്? ഉദ്ധവ, തന്നെ മാറ്റാൻ എനിക്ക് പറ്റില്ല. ഉദ്ധവ, അതൊരിക്കലും ഭഗവാൻ കൊടുക്കില്ല. ഭഗവാന് പറ്റില്ല. അത് ഭഗവാനായിട്ട് മാറണമെങ്കിൽ അത് സ്വയം വിചാരിച്ചാലേ പറ്റുള്ളൂ. അതിന് എത്ര വലിയ ഗുരുക്കന്മാരെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അതാണ് ഇവിടെ പറഞ്ഞത്, ബ്രഹ്മേതദ് അദ്വിതീയം വൈ ഗീയത്തെ ബഹുധർഷിഭി. ഈ പ്രപഞ്ചം രണ്ടാമതൊന്നില്ലാത്തതായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് എന്ന് അനേകം ഋഷീശ്വരന്മാര് അനേകം വിധത്തില് ഇവിടെ പലതരത്തില് വേദാന്തങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ ആയിട്ട് ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പം അനേകം ഗുരുക്കന്മാരുടെ ശിഷ്യനായിക്കൊണ്ട് അവരിൽ നിന്നൊക്കെ അഭ്യസിച്ചെങ്കിൽ പോലും യഥാർത്ഥമായിട്ടുള്ള വസ്തുവിനെ ആ അദ്വിതീയ ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ അത് ആര് വിചാരിക്കണം? നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ എവിടുന്ന് പറഞ്ഞു, അതുകൊണ്ട് അഗാധ ബുദ്ധിമാനായിട്ടുള്ള ആ ബ്രാഹ്മണൻ, അതായത് ദത്താത്രേയ മഹർഷി ആ യദുമഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്തതായിട്ടുള്ള ഈ 24 ഗുരുക്കന്മാരെ മനസ്സിലാക്കി കൊണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ആ രാജാവിന് എന്തായി? കണ്ടപ്പോഴത്തേക്ക് സന്തോഷത്തോടുകൂടി ഇതാ ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അവിടുന്ന് പറഞ്ഞു വിട്ടു എന്ന് പറയാണ്. അപ്പൊ അങ്ങനെയുള്ള
ആ ബ്രാഹ്മണന്റെ വാക്കുകൾ, അല്ലെങ്കിൽ ആ പൂർവൻ എന്താണ് ആ യദു അവധൂതന്റെ ആ വാക്കുകളൊക്കെ കേട്ട് എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചിതനായിക്കൊണ്ട് ബ്രഹ്മത്തിൽ തന്നെ മനസ്സ് ഉറപ്പിച്ച് മുക്തനായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ശ്ലോകം അവസാനിക്കുന്നത്. അവസാനം അവധൂത വചശ്രുത്വാ പൂർവേഷാം നസ്സ പൂർവജാം സർവസംഗ വിനിർമുക്ത സമചിത്തോ ബഭൂവഹ. സമചിത്തവർത്തിയായിട്ട് മാറി എന്ന് പറയാം. എവിടെ ഈ സമചിത്തം? നമുക്ക് പറയാനൊക്കെ എളുപ്പ നമുക്ക് പറയാനൊക്കെ എളുപ്പ സമയത്തം. അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത്. എത്ര ശാസ്ത്രം പഠിച്ചാലും എത്ര പ്രഭാഷണങ്ങൾ കേട്ടെന്ന് പറഞ്ഞാലും നമുക്ക് സമചിത്തവർത്തിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഞാൻ പലതവണ പറയുന്നുണ്ട്, ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു സത്യം അതൊന്ന് പറയുക, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ബ്രാഹ്മണര് എന്നുള്ള ഒരു വിഭാഗത്തെ സമചിത്തതയിലേക്ക് നേരെ താഴെയുള്ള അവസ്ഥയിലേക്ക് വന്ന് അവരുടെ കൂടെ കൂടുന്നതാണ് സമചിത്തത എന്നാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങനെ അല്ല സമചിത്തത. താഴെയുള്ള വിഭാഗത്തിലുള്ളവരെ ബ്രാഹ്മണനിലേക്ക് ഉയർന്നെത്തുക എന്നുള്ളതാണ് സമചിത്തത. അല്ലാതെ ബ്രാഹ്മണന്റെ തന്റെ കൈവല്യം അല്ല തന്റെ ഇത് വിട്ടിട്ട് താഴോട്ട് പോകുന്ന അല്ല സമചിത്തത. ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടും ഇതാണ് ശരി എന്നുള്ള രീതിയിലേക്ക് തകർന്നു പോവുകയാണ് ശരിക്ക്. ആലോചിച്ച് നോക്കൂ. ജ്ഞാനികളായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ പറയാറില്ലേ, ചതുരംഗം കളിക്കുമ്പോൾ എന്താ പറയാറ്? നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരുടെ കൂടെ വേണം കളിക്കാൻ. നമ്മളിന്ന് ബുദ്ധിയില്ലാത്തവരുടെ കൂടെ കളിച്ചാൽ എന്താ പറ്റുക? നമ്മളുടെ ചിന്തകൾ നഷ്ടപ്പെടും. അപ്പോ ആ താഴെയുള്ളവരെ നമ്മളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാനാണ് നോക്കണ്ടേ, അല്ലാതെ നമ്മുടെ സദാചാരങ്ങളെ കളഞ്ഞ് അവരുടെ കൂടെ താഴോട്ട് പോകാൻ അല്ല സമയത്തത. ഇത് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണത്. അത് മനസ്സിലാക്കാനുള്ള ഒരു ഇത് അവരോളം ഉയരുക. അതാണ് ഇപ്പം ഇതിൽ പറയുന്നില്ലേ, ബ്രാഹ്മണർ 81 പേര് ബ്രാഹ്മണരായിട്ട് മാറി എന്ന് പറയുന്നില്ല ഋഷഭദേവന്റെ. എങ്ങനെയാ ആയത് മാറിയത്? എങ്ങനെയാ മാറുന്നത്? അവരെ പോലെ അതിലേക്ക് അതുപോലെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഭൗതികതയല്ല അതിൻ്റെ അതിനകത്ത്. പിന്നെന്താണ്? ഉള്ളിലുള്ള ആ മനോഭാവത്തിൻ്റെയാണ് അവിടെ ജ്ഞാനികൾ എന്ന് പറയുന്നത്. അവിടെയാണ് മനോഭാവമാണ് അവിടെ പറയുന്നത്. ഈ മനോഭാവത്തിലേക്ക് എത്തുകയാണ് ശരിക്കും സമയത്തത എന്ന് പറയുന്നത്. ആ മനോഭാവത്തിലേക്ക് എത്താൻ നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കേണ്ട വിഷയമുള്ളൂ. എന്താ സിമ്പിളായിട്ട് ചിന്തിക്കാൻ? വിശ്വാസം. നേരത്തെ പറഞ്ഞ വിശ്വാസം, അത്രേ ഉള്ളൂ. എല്ലാവരുടെ ഉള്ളിൽ ഒറ്റ ഒരാൾ തന്നെയാ, ഒരു കേമത്വവും ഇല്ല. ഈ പുറമേയുള്ള ഇതൊക്കെ തന്നെയുള്ളൂ. പക്ഷെ അതുണ്ടെങ്കിലും ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നവരോ ഇല്ലേ? കറണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, കറണ്ടിന്റെ കാര്യം ഓർത്താൽ മതി. പിന്നെ നമുക്ക് ഒരുത്തരോടും പ്രത്യേകിച്ചൊരു വികാരം നമുക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. ഏറ്റക്കുറച്ചിലുകളില്ല. എല്ലാവരുടെ ഉള്ളിലും ഒരൊറ്റ വായുവാണ്. നമ്മളുടെ ഉള്ളിൽ വരുമ്പോഴത്തെ എന്തെന്നില്ലാത്ത പ്രാണനും ജീവനും എന്നൊക്കെ പറഞ്ഞ് പൊത്തിപ്പിടിക്കും അല്ലേ? കുഞ്ചൻ നമ്പ്യാര് പറയാറില്ലേ, എന്താ പറയുന്നത് കുഞ്ചൻ നമ്പ്യാര്? തള്ളക്കിട്ടൊരു കൊട്ടു കൊടുത്താൽ പിള്ളയെ എടുത്ത് തടുക്കുമെന്ന്. തൻ്റെ മക്കളെ ആളുകൾ എടുത്ത് തടുക്കും തൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി. അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഈ ജീവൻ തന്നെയാണ് യഥാർത്ഥത്തില് എല്ലാവരുടെയും. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ നമ്മളുടെ ജീവനെ എത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ടോ, ശ്വാസത്തെ എത്ര കണ്ട് നമ്മൾ അല്ലെ സൂക്ഷിക്കുന്നുണ്ടോ, ഈ ശ്വാസം തന്നെയാണ് എല്ലാ ചരാചരങ്ങളും എന്ന് വിചാരിച്ചാൽ നമുക്ക് ആരോടാ പിന്നെ നമുക്ക് നമ്മുടേതല്ലാതെ? ഇതാണ് വസുധൈവ കുടുംബകം എന്നുള്ള, അതാണ് സമചിത്തത എന്ന് പറയുന്നത്. ആ സമചിത്തതയിലേക്ക് എത്താൻ ഗുരുവായൂരപ്പൻ നമ്മളെ സാധിപ്പിക്കട്ടെ. ഒരു എന്താ പറയണ്ടേ, അവിചാരിതമായിട്ടുള്ള ഒരു പ്രഭാഷണമായിപ്പോയി. ഞാനത് അനുപമയുണ്ടെന്നുള്ള ധാരണയിരുന്നു. എന്നാലും അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഭഗവാന്റെ കഥയൊക്കെ ഇതിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് വരും, പറയും. അതൊക്കെ തന്നെ എന്തൊക്കെ ആയാലും നമ്മൾ ദിവസവും ഇത് പറയുന്നത് തന്നെയല്ലേ, ഏതെടുത്താലും ഇത് തന്നെ അല്ലേ? ബ്രഹ്മസത്യം, ജഗൻ മിഥ്യ എന്നാണ് പറയുന്നത്. ഇല്ലാത്തതെന്നുള്ള മായ എന്നല്ല പറയുന്നത്, സത്യം. ഏത് അധ്യായത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഇതേ ഉള്ളൂ പറയാൻ. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, ഏത് അധ്യായം കിട്ടിയാലും അതിൽ കണക്ട് ചെയ്യാൻ. അതാണ് വേണ്ടതെന്ന് പറയണം. എന്തായാലും എല്ലാവർക്കും ആ ഒരു സത്യത്തെ മറക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. നമ്മളെന്നും സമർപ്പണ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ. അത് ഈ 24 ഗുരുക്കന്മാരെ കാണിച്ചു തരുന്നത് അത് തന്നെയാണ്. നമുക്ക് തോന്നും ഇതൊന്നും അല്ല, എത്രയോ കോഴി ഗുരുക്കന്മാരല്ലേ ബ്രാഹ്മ മുഹൂർത്തത്തിൽ കൂവുന്ന. ആര് പറഞ്ഞ കൂവുന്നത്? അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ഗുരുക്കന്മാരെ കണ്ടെത്താൻ സാധിക്കും, ഇഷ്ടം പോലെ ഗുരുക്കന്മാര്. അപ്പൊ ഗുരുക്കന്മാരെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഏത് അവസ്ഥകളിൽ നിന്ന് നമ്മളുടെ ഭാവത്തിന് ആർദ്രത വരുന്ന ഒക്കെ ഗുരുക്കന്മാർ. അതുകൊണ്ടാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത് ത്വമേവ മാതാച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. എന്തിനാ അങ്ങനെ പറയാൻ കാരണം അവിടെ? അപ്പം യഥാർത്ഥത്തില്
നമ്മളുടെ ഈ ഭാവം നമ്മളുടെ ഉള്ളിലേക്ക് എത്തുന്നതായിട്ടുള്ളത് നമ്മൾ പറയാറുണ്ടല്ലേ, എന്തുണ്ടെങ്കിലും ആ അമ്മയുടെ മടിയിൽ കിടന്ന് കിട്ടുന്നതായിട്ടുള്ള ഒരു സാന്ത്വനം, അത് അപ്പൊ കിട്ടുന്ന ഒരു ആനന്ദം, എന്തോ ഒരു കെയർ അല്ലേ. അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ എന്തോ ഒരു കെയർ നമുക്കുണ്ടെന്ന് തോന്നുക. അവിടെ നമ്മൾ അമ്മയെ ഈശ്വരനായിട്ട് ആ ഒരു അനുഭവം കിട്ടുമ്പോൾ നമ്മൾ അമ്മയെ ഈശ്വരനാക്കുന്നു. ഇത് തന്നെ അച്ഛനെ നമ്മൾ ഈശ്വരനാക്കുന്നു. അപ്പം നമുക്കൊക്കെ എന്താണ് അർത്ഥം കൊണ്ട് നമ്മളുടെ കയ്യിലുള്ള സമ്പത്ത് നമുക്ക് ഈ ഒരു ഭാവത്തിന് മാറ്റം വരാത്ത രീതിയിലാവണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ കയ്യിൽ നമ്മളുടെ അല്ല പൈസ. നമ്മൾക്ക് നമ്മളുടെ ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസയൊക്കെ ലോകത്തിന്റെ പൈസ നമ്മളെ സൂക്ഷിക്കാൻ തന്നിരിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മളെ ബാധിക്കുന്നുണ്ടോ? അപ്പൊ എനിക്ക് ആ ഭാവത്തിന് മാറ്റം വരുന്നില്ല. ഇത് എന്റെയാണെന്ന് പറയുമ്പോഴേ ഇത് വരുന്നുള്ളൂ അവിടെ. ഇതുപോലെ തന്നെയാണ് അറിവും ഇതുപോലെ തന്നെ. ഇങ്ങനെ നോക്കുമ്പം എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ മമ ദേവദേവ, എല്ലാം ദേവന്മാരാണെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിരാട് സ്വരൂപത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. വിരാട് സ്വരൂപൻ എന്നുള്ളത് ഈശ്വരൻ അല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അങ്ങനെയാകുമ്പം എല്ലാവരും ദേവനാണെന്ന് പറയുമ്പോഴൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാവരുടെയും പ്രവർത്തനങ്ങൾക്ക് ആധാരമായിട്ടുള്ള ശക്തി തന്നെയാണ് എന്നെയും ഇത് ബന്ധിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. എല്ലാ വാക്കുകൾ കിട്ടിയതായിട്ടുള്ള ഏതൊക്കെയോ മുത്തുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് ഇട്ടു, അത്രമാത്രം. അപ്പം അതൊക്കെ ഗുരുനാഥന്റെ പാദങ്ങളിലും ഭക്തന്മാരുടെ പാദങ്ങളിലുമായിട്ട് സമർപ്പിക്കുന്നു. നമുക്കിനി അടുത്ത പ്രഭാഷണത്തിലേക്ക് കടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.